ഈ ആഴ്ചയും നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. ഈ ആഴ്ചത്തെ വാരഫലം നമുക്കായി ഒന്ന് പറയാമോ? 2025 ജനുവരി മാസം 19-ാം തീയതിയും 1200-ാം ആണ്ട് മകരമാസം 6-ാം തീയതിയും കൂടിയ ഈ ദിവസം മുതൽ ശനിയാഴ്ച വരെയുള്ള വാരഫലമാണ് പറയുന്നത്. അതിലാദ്യമായി മേടക്കൂർ ജനിച്ചവർക്ക് ഈ വാരം വളരെ മോശമാണ്. എല്ലാ കാര്യങ്ങളും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയ അപകടങ്ങൾ വരാതിരിക്കുക വളരെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിൽ തന്നെ അപകീർത്തിപ്പെടാതിരിക്കുക ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷേ മനസ്സിന് സന്തോഷം കൊണ്ട് അധികം കാശ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മനസ്സന്തോഷമായ മറ്റെന്തെങ്കിലും മേഖലകളിൽ ചെന്നെത്താൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കുടുംബത്തിൽ മാതാവിന് പിതാവിന് എന്തെങ്കിലും ദുഃഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരക്കാർക്ക് വേണ്ട ഭാഗത്തെ കൊണ്ട് കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അത് അവരുടെ പൂജകൾ ചെയ്യുന്നതുമൊക്കെ വളരെ നല്ലതാണ്. ഇടവക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും. അതായത് വ്യാഴം നിൽക്കുന്ന ഇടവരാശിയിലാണ്. അതുകൊണ്ട് തന്നെ കേസരി യോഗത്തിൻ്റെ ഫലം കിട്ടും. ഭൂമി വാങ്ങാനുള്ളവർക്കും വീട് വയ്ക്കാനുള്ളവർക്കും വളരെ നല്ലതാണ്. പുതിയ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് പുതുക്കി പണിയെങ്കിലും ചെയ്യുന്നൊരവസ്ഥ അവർക്കുണ്ടാവും. ഇടവക്കൂറുകാർക്ക് വളരെ മൊത്തത്തിൽ നല്ല സമയമാണ്. കാർത്തിക നക്ഷത്രത്തിന് മുക്കാലും രോഹിണി നക്ഷത്രവും മകര നക്ഷത്രത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ്. മിഥുനക്കൂറുകാർക്ക് ഈ വാരം വളരെ നല്ലതാണ്. മിഥുനക്കൂർ എന്ന് പറയുന്നത് മകര നക്ഷത്രത്തിൻ്റെ പകുതിയും തിരുവാതിര നക്ഷത്രവും പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുനക്കൂർ ജനിച്ചവർക്ക് വിദ്യാഭ്യാസപരമായി ചെയ്യുന്നവർക്കും അതുപോലെ ആയുർവേദം മെഡിസിൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു, ആയുർവേദമായിരുന്നാലും അലോപ്പതി ആയിരുന്നാലും മെഡിസിൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് നിൽക്കുന്നവർക്കോ മരുന്ന് കഴിച്ചാൽ ഒരു മാറ്റം ഉണ്ടാകുന്ന രീതിയാണ്. മിഥുനക്കൂറുകാർക്ക് ബുധൻ വളരെ ബലവത്തിൽ നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് മിഥുനക്കൂർ ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. പക്ഷേ വിദ്യാഭ്യാസപരമായും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഏതെങ്കിലും അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ വാരങ്ങൾ കൊണ്ടിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ വാരം ജോലി അവർക്ക് കറക്റ്റാവും. പഠിത്തത്തിലും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. വളരെ നല്ല സമയമാണ് മിഥുനക്കൂർ. പുണർ നക്ഷത്രത്തിൻ്റെ കാൽഭാഗം പൂയും ആയില്യം ചേർന്നാണ് കർക്കിടകക്കൂറുകാർക്ക് വളരെ അതായത് പറയുന്നത് വെച്ചാൽ ഉച്ചം പ്രാചീന അതായത് ചൊവ്വ നിൽക്കുന്നത് ബലത്തിലാണ് നിൽക്കുന്നത്. നീചഭംഗ രാജയോഗത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് ഈ രാശിയിൽ നിൽക്കുന്നത്, കർക്കിടക രാശിയിൽ നിൽക്കുന്നത്. അതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ഒരു യോഗം എന്തൊക്കെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വാരം അവർ പ്രതീക്ഷിക്കാത്ത പൈസകൾ വന്നില്ല. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. സുഹൃത്തുക്കൾ വഴിയെങ്കിലും അവർക്ക് എന്തെങ്കിലും ഭാഗങ്ങളുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശവാസം ഉറപ്പായിട്ടും നടക്കുന്നൊരു ഭാഗമാണ്. തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും നല്ല സമയമാണ് ഇപ്പോഴും. മകൻ നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ഇത് ചേരുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടകശനി എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആദ്യത്തിൻ്റെ ചെറിയ ദോഷങ്ങൾ. അതായത് ഈ കൂറുകാർക്ക് പിതാവിൽ നിന്ന് അകന്നു നിൽക്കുന്ന രീതിയോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന രീതിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ദാമ്പത്യ രീതിയിലുള്ള കാര്യങ്ങളെ കൊണ്ട് ചെറിയ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും പൊതുവിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. തൊഴിൽ സംബന്ധമായ ഭാഗം വളരെ അഭിവൃദ്ധിപ്പെടും. പുതിയ മാറ്റങ്ങളോ പ്രമോഷനോ കാര്യങ്ങളൊക്കെ കിട്ടി നല്ല നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ മുക്കാലും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂർ ജനിച്ചവർക്ക് പൊതുവിൽ ഈ വാരം വളരെ മോശമാണ്. ശാരീരിക അസ്വസ്ഥത, അലച്ചിൽ, ദൂരദേശവാസം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട രീതി അതുപോലെ തന്നെ അപകീർത്തിപ്പെടുന്നതിൻ്റെ അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോലീസ് കേസും കോടതി കേസും വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്തരം ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി കുടുംബ ക്ഷേത്രങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അമ്പലങ്ങൾ ദേവാലയങ്ങൾ സന്ദർശിക്കുക. ഇന്ന മതമൊന്നുമില്ല, അവരവരുടെ മതത്തിൽപ്പെട്ട് ദേവാലയ ദർശനം നടത്തുന്നത് നല്ലതാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ പകുതിയും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്നാണ് തുലാക്കൂർ. നമുക്കെല്ലാവർക്കും പൊതുവെ അറിയാം. ശുക്രൻ്റെ സ്വക്ഷേത്രാധിപനായ തുലാം എന്ന് പറയുന്നത് കലയുടെ കാരകനാണ് തുലാക്കൂർ തന്നെ. അപ്പോൾ കലാപരമായി നിൽക്കുന്നവർക്ക് വളരെ നല്ലത് എങ്കിൽ തന്നെയും ശാരീരിക അസ്വസ്ഥതയും അലച്ചിലും ഉണ്ടാവും. മാനസിക സംഘർഷം ഉണ്ടാകും. അത്തരം കാര്യങ്ങളെ കൊണ്ടുള്ള ചെറിയ വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകും എന്നതിൽ കവിഞ്ഞിട്ട് മറ്റ് ദോഷങ്ങളൊന്നുമില്ല. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടും. മറ്റ് പ്രശ്നങ്ങളൊന്നും തുലാക്കൂറുകാർക്ക് അധികമായി പറയാനില്ല. വിശാഖ നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്നതാണ് വൃശ്ചികക്കൂർ. പൊതുവിൽ നമ്മളിപ്പോഴും ഈ സമയങ്ങൾ അല്ലെങ്കിൽ ഈ കാലത്ത് ഈ രാശിയുടെ സമയത്തിനെ കൊണ്ടുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പോലീസിലോ പട്ടാളത്തിലൊക്കെ ജോലി കിട്ടുന്നവർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അത്തരക്കാർക്ക് വീട് മാറ്റം കാര്യങ്ങൾ വിവാഹം നടക്കാതിരുന്നവർക്കോ അല്ലെങ്കിൽ കാലങ്ങളുണ്ട് പെൺകുട്ടിക്കാണെങ്കിലും പഠിത്തത്തിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള കാരണങ്ങൾ വന്ന് ചേരും. വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരങ്ങൾ വന്ന് ചേരും. വളരെ ശ്രദ്ധയോട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് പഠിക്കണം എങ്ങനെയുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്താൽ അവർ നല്ലൊരു ഭാവി ഈ വാരം തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. മൂല നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്തരാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ചേരുന്നതാണ് ധനുക്കൂർ.
ധനുക്കൂറ് പൊതുവിൽ വ്യാഴക്ഷേത്രം, ധനു എന്ന് പറയുന്നത് വ്യാഴക്ഷേത്രമാണ്. ആ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വ്യാഴം ബലവാനായതുകൊണ്ടിട്ടും വളരെ നല്ല സമയമാണ് ഈ വാരം. അവർക്ക് സാമ്പത്തികമായി നേട്ടം ഉണ്ടാവും. കുടുംബകലഹം ഉണ്ടെങ്കിൽ പോലും അത് മറ്റാരും അറിയാത്ത രീതിയിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. സൗന്ദര്യപ്പിണക്കം കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അതിനെ വളരെ മോശമായ രീതിയായിട്ട് കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും സ്വത്തുക്കൾ വന്നു ചേരും. അതായത് ഓരി വയ്ക്കേണ്ട ഭാഗങ്ങളോ അല്ലെങ്കിൽ അത്തരം ധനപരമായ കാര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഈ വാരം അവർ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടുതൽ സാമ്പത്തികം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഉത്രാട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് മകരക്കൂർ. മകരക്കൂറുകാർക്ക് പൊതുവിൽ ഏഴരകണ്ഠ ശനിയുടെ സമയമാണ് ഇപ്പോഴുള്ളത്. കുറച്ച് കാലത്ത് മീനം 15 വരെ ഏഴര ശനിയുടെ ഭാഗം ഉണ്ടാവും. എങ്കിൽ തന്നെയും ചെറിയ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും സാമ്പത്തിക നഷ്ടം അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ സന്താനങ്ങളെ കൊണ്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിലുള്ള മാനസികമായ വിഷമങ്ങളുണ്ടാകും. അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതിയും ചതയൻ നക്ഷത്രവും പൂറ്റാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭക്കൂർ. അപ്പോൾ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഏഴര ശനിയുണ്ട്. എങ്കിൽ തന്നെയും ശാരീരികമായ അസ്വസ്ഥത ഉണ്ടെങ്കിലും ധനലാഭം ഉണ്ടാവും. പുതിയ തൊഴിലിൽ ഏർപ്പെടും. ജോലി മാറ്റം കൊണ്ടിട്ട് നേട്ടം ഉണ്ടാവും. വിദേശവാസം കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാവും. വെറുതെ കറങ്ങാനെങ്കിലും വിദേശത്തോ അല്ലെങ്കിൽ കേരളം വിട്ടു പോകാനുള്ള കടൽ കടന്നു പോകാനുള്ള യോഗവും ഈ വാരം അവർക്ക് നടക്കുന്നതാണ്. പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ഉത്തിട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേരുന്നതാണ് മീനക്കൂർ. മീനക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഭാഗമാണ് ഈ പറയുന്നത്. മീനക്കൂറുകാർക്ക് അവസാന ഭാഗം എന്തായാലും അവസാനമായിട്ട് രണ്ടാം ഭാഗം വരുന്നത്. കാര്യം വെച്ചാൽ മീനം 15 കഴിയുമ്പോഴത്തേക്ക് മീനക്കൂറിലേക്ക് ശനി വരികയാണ്. എങ്കിൽ തന്നെയും അതിനേക്കാൾ മീനം 15 കഴിയുമ്പോൾ എന്നുള്ളതെന്ന ഭാഗം അല്ല പ്രധാനം. എങ്കിലും ഏഴര കണ്ട ശനിയുടെ ചെറിയൊരു ബുദ്ധിമുട്ടോ ദാമ്പത്യ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുടുംബകലഹത്തിൽ ചെറിയ ചെറിയ സൗന്ദര്യപ്രദങ്ങളുണ്ടെങ്കിലും പൊതുവിൽ ഗ്രഹസ്ഥിതിയെ കൊണ്ടിട്ടും മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടിട്ടും വളരെ നേട്ടമുള്ള സമയമാണ്. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മാറും. ആ സ്ഥാനം മാറി മറ്റൊരു ഭാഗത്തേക്ക് പോവുകയും അതിനേക്കാൾ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുന്ന ജോലിയിലേക്ക് മാറാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും കൂടുതലാണ്. പ്രേക്ഷകർക്ക് ശ്രീ ദേവപുരം രാജേന്ദ്രനുമായി സംവദിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.